ശാരികയുടെ ഫോൺ കോൾ നിർത്താതെ അവന് വന്നുകൊണ്ടിരുന്നു. അവൻ ആദ്യമൊന്നും ഫോൺ എടുത്തില്ല. പിന്നെ അവസാനം. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതിനൊരു പരിധിയുണ്ട്. എന്താ ശാരികേ? എനിക്കയച്ച വീഡിയോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യണ്ട. പോലീസിൽ അറിയിക്കാനല്ലേ അത് എനിക്ക് അയച്ചത്. ഞാൻ പോലീസിൽ പറയട്ടെ? വേണ്ട. പോലീസിൽ പറയണോ? വേണ്ടെന്നല്ലേ നിന്നോട് പറഞ്ഞത്. വേണ്ടെങ്കിൽ വേണ്ട. അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഞാൻ നിന്നെ പിന്നെ വന്ന് കണ്ടോളാം. വേണമെന്നില്ല. അവൾ ഫോൺ വെച്ചു. ഹലോ. ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കില്ല. 100 ചോദ്യം ഇങ്ങോട്ടാണ്. അവൻ ഫോൺ തിരികെ പോക്കറ്റിൽ വെച്ചു. വീണ്ടും അവൻ കാർ എടുത്തു. മുമ്പോട്ട് പോകുമ്പോൾ മഹിയുടെ ബൈക്ക് ഗോപന് മുമ്പിലായി വന്നു നിന്നു. മഹി വഴക്കിന് വന്നതായിരിക്കുമെന്നാണ് ഗോപൻ കരുതിയത്. മാറിക്കേ മഹി. ഗോപൻ ജനാലയിലൂടെ തല പുറത്തേക്കിട്ടു. മഹി ഒന്നും മിണ്ടാതെ ചേട്ടനെ തന്നെ നോക്കിയിരുന്നു. അവന്റെ മനസ്സാകെ കുറ്റബോധത്തിലായിരുന്നു. എടാ, നിന്നോടാണ് മാറാൻ പറഞ്ഞത്. മഹി ബൈക്കിൽ നിന്നും ഇറങ്ങി. വേറെ നിവൃത്തിയില്ലാതെ ഗോപനും കാറിൽ നിന്നും ഇറങ്ങി. നിനക്ക് എന്താടാ വേണ്ടത്? പിന്നെയും വഴക്കിന് വന്നേക്കുവാണോ? അവളായിരിക്കും നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അല്ലേ? സ്വത്തുക്കളല്ലേ നിനക്ക് വേണ്ടത്? എല്ലാം എടുത്തോ. ഇനി ആ പേരിൽ ഒരു വിഷമം നിനക്കുണ്ടാവില്ല. ഗോപൻ എന്തൊക്കെയോ മഹിയെ പറഞ്ഞു. നിന്റെ മുമ്പോട്ടുള്ള ജീവിതം ഓർക്കാൻ പോലും എനിക്ക് പേടിയാ മഹി. മഹിക്ക് എന്തു പറയണമെന്ന് അറിയില്ല. പക്ഷേ കണ്ണുകളൊക്കെ നിറഞ്ഞിരുന്നു. മുഖമാകെ ഒരുമാതിരി വിളറിത്തളർന്ന്. എന്താടാ, തിരിച്ചൊന്നും പറയാനില്ലേ? എൻ്റെ നിധിയെന്ന് ഇപ്പോൾ ഒരു 100 വട്ടം പറയേണ്ട സമയം കഴിഞ്ഞല്ലോ. അപ്പോഴും അവൻ നിശബ്ദനായി നിന്നു. എന്തു പറ്റി നിനക്ക്? എന്തോ പ്രശ്നം അവനുണ്ടെന്ന് ഗോപന് മനസ്സിലായി. ഇല്ലെങ്കിൽ ഇങ്ങനെ മിണ്ടാതെ ഒരു നിൽപ്പുണ്ടാവില്ല. എന്താടാ? ഞാനെല്ലാം അറിഞ്ഞു. ഒരു കുട്ടിയെപ്പോലെ അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. നീ എന്തറിഞ്ഞു? നീ എന്തിനാടാ കരയുന്നത്? എൻ്റെ അമ്മയെ. ബാക്കി അവൻ പറഞ്ഞില്ല. ഇങ്ങനെ ഒരു സന്ദർഭം ഗോപൻ ശരിക്കും വെറുതെ പോലും ഒന്ന് ചിന്തിച്ചതല്ല. മഹി, ഞാനെല്ലാം കേട്ടു. നീ എന്താടാ കേട്ടത്? അവര് പറഞ്ഞത് മുഴുവൻ. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ കേട്ടു. എല്ലാവരും പറയുന്നത് കേട്ടു. താങ്ക് ഗോഡ്. ഗോപന് പകുതി ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ ആയിരുന്നു. പുറമെ ഒരു സംശയം അവനുണ്ടായി. നീ നാടകം കളിക്കുന്നതൊന്നുമല്ലല്ലോ അല്ലേ അവര് പറഞ്ഞിട്ട്? അങ്ങനെ സംശയിക്കുന്നതിലും തെറ്റില്ല. ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. മഹിക്ക് വിഷമം മുഴുവൻ പ്രതികാരമായി മാറി തുടങ്ങിയിരുന്നു. അമ്മയെ കണ്ടുപിടിക്കണം. അതിനുള്ള വഴി ആലോചിക്ക്. എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുവാണ്. ഞാൻ കൂടി കൂടെയുണ്ട് ചേട്ടാ. അമ്മയെ ഇന്ന് തന്നെ കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് വേണം. എന്നെ ചതിച്ചതിന് ആ കുടുംബം അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനുള്ള വഴിയും ഈ മഹിക്കറിയാം. ഞാൻ എൻ്റെ വഴി അന്വേഷിക്കാം. അതിനിടയിൽ വേറെ പ്രശ്നത്തിൽ പോയി ചാടിയേക്കരുതേ. ഇല്ല ചേട്ടാ, ഇനി ആ പഴയ സ്വഭാവം ഞാൻ എടുക്കില്ല. ഒറ്റ നിമിഷം കൊണ്ട് ആളുകളുടെ സ്വഭാവം മാറുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ അത് മഹിയിൽ കണ്ടപ്പോൾ ഒരേ സമയം അത്ഭുതവും സന്തോഷവും ഗോപന് തോന്നി. വളരെ പക്വതയോടെ ഇതാദ്യമായിട്ടാണ് മഹി ഗോപനോട് സംസാരിക്കുന്നത്. ശ്രദ്ധിക്കണം ചേട്ടൻ. അവരെന്തും ചെയ്യും. നീ നിന്നെ ശ്രദ്ധിച്ചാൽ മതി. അതിന് കാരണം നിനക്ക് തന്നെ അറിയാലോ. അറിയാം ചേട്ടാ. ചിലപ്പോൾ അവൾ എന്നെയും കൊല്ലും അല്ലേ? അത് ഉടനെ ഉണ്ടാവും. ഞാനും കുറെ ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ. അതിൻ്റെ ശിക്ഷയായിരിക്കും ഇതെല്ലാം. ശാരിയെ ഞാൻ കുറേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതെനിക്കറിയാം. ഇനി അതോർത്ത്. അതല്ല, ചേട്ടൻ അറിയുന്ന കാര്യമല്ല അത്. അത് പിന്നെ പറയാം. അല്ലെങ്കിൽ വേണ്ട. ക്ഷമിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. മഹി എവിടെയും തൊടാതെ പറഞ്ഞു. നമ്മളെ ആരും ഒരുമിച്ച് കാണണ്ട. നീ സത്യം അറിഞ്ഞതും രഹസ്യമായിട്ടിരിക്കട്ടെ. ആ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിക്കണം. എങ്കിൽ ചെല്ല്. ആ. മഹി ബൈക്കിൽ കയറി. മഹി അവിടെ നിന്നും പോകുന്നത് വരെ ഗോപൻ അവിടെ നിന്നു. നീയൊക്കെ കാരണമാണ് എൻ്റെ മോന് ഈ ഗതി വന്നത്. അഭിയുടെ അമ്മ എല്ലാവരുടെയുമായി നേരെ കയർത്തു. ശാലു ആകെ തളർന്ന അവസ്ഥയിലായിരുന്നു. അമ്മായിയുടെ ദേഷ്യം മുഴുവൻ ശാരികയോടായിരുന്നു. അഭിയെ കാണാൻ ആശുപത്രിയിലെത്തിയ അവളോട് അവർ എന്തൊക്കെയോ പറഞ്ഞു. നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ, അവനെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. കൊല്ലാതെ കൊന്നല്ലോടി നീയും അവനും കൂടി എൻ്റെ അഭിയെ. മകൻ തെറ്റ് ചെയ്യുമ്പോൾ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണമായിരുന്നു. അഭിക്ക് പൈസയോടുള്ള ആർത്തി നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. അവൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അവനും നിങ്ങളുമാണ്. ശാരിക തിരിച്ചു പറഞ്ഞു. ഒന്നും പറയണ്ട ശാരി. ആ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവളുടെ അമ്മ ശാരിയെ തടഞ്ഞു. സഹിക്കുന്നതിനൊരു പരിധിയുണ്ടമ്മേ. തെറ്റ് ഇവർ ചെയ്താലും പഴി എനിക്ക്. അനാവശ്യമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഇവരാണ്. എന്നിട്ടിപ്പോൾ പറയുന്നത് കേട്ടില്ലേ? ഇനി സമാധാനമായിട്ട് ജീവിക്കാമെന്ന് നീ കരുതണ്ട ശാരി.
അല്ലെങ്കിൽ എപ്പോഴാ നിങ്ങൾ എനിക്ക് സമാധാനം തന്നിട്ടുള്ളത്? ശാരി, നീ ഇങ്ങ് വന്നേ. അമ്മ ഒന്നും മിണ്ടാതിരിക്കി. എല്ലാത്തിനും കാരണം ഈ സ്ത്രീയാണ്. ഒന്നിങ്ങ് വന്നേ. അമ്മ അവളെ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. നിന്റെ ഒരു കാര്യം ശാരി, ഈ സമയത്ത് തന്നെ വേണോ വഴക്ക്? എനിക്ക് അത്ര വിഷമമുണ്ടമ്മേ. എല്ലാ പഴിയും എനിക്ക്. പഴയതുപോലെ ആകാൻ പോകുവാണ് ഞാൻ. എങ്കിലേ ജീവിക്കാൻ പറ്റൂ. ശാലുവിനെ സമാധാനിപ്പിക്കാനല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഏതായാലും ഇനി അങ്ങോട്ടില്ല. വീട്ടിൽ വരുമ്പോൾ പോയി കണ്ടോളാം. മതി, നീ ഇനി അതോർത്ത് വിഷമിക്കാനൊന്നും നിൽക്കണ്ട. ഇപ്പോൾ തന്നെ ആവശ്യത്തിനുണ്ട്. എവിടെ പോയി തിരക്കാനാണ്? ഇരുവരും ആ നാട് മുഴുവൻ അലഞ്ഞു. അവരുടെ വീടുകൾ, പൂട്ടിക്കിടക്കുന്ന കടകൾ, അങ്ങനെ എല്ലായിടവും. നേരം ഇരുട്ടിത്തുടങ്ങിയിരുന്നു. ഗോപൻ കാറിലൂടെ അഭി നേരത്തെ ചെന്ന ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അവിടെ കൂടിയേ തിരക്കാനുള്ളൂ. ശരിക്കും ഇത് ശശിധരന്റെ കെട്ടിടമാണ്. പക്ഷേ കുറേ നാളായി അതിന്റെ നോട്ടം ഏറ്റെടുത്തിരിക്കുന്നത് വിനോദായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥലം ഒട്ടും ഒഴിച്ചുകൂടാനാവില്ലായിരുന്നു. ഇവിടെ വരാനോ? അതും പോലീസ്? അയാൾ പൊട്ടിച്ചിരിച്ചു. ഇനി എങ്ങാനും നമ്മളിൽ ഒരാളെ പിടിച്ചാലോ? എങ്കിൽ ശശിധരന്റെ പേര് പറയണം. അങ്ങനെയല്ലേ വിനോദ് സാർ പറഞ്ഞിരിക്കുന്നത്? ഇത് അയാളുടെ കെട്ടിടമാണോ? അതൊന്നും എനിക്കറിയില്ല. ഒളിവിൽ താമസവും അവിടെ തന്നെയായിരുന്നു. മദ്യവുമായി നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ എല്ലാവരും കൂടി ഒരാളെ പുറത്തു നിർത്തിയിരുന്നു. ഗോപൻ ആ ഭാഗത്തെത്തി. ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. അവൻ കാറ് നിർത്തി. ശേഷം അതിൽ നിന്നും ഇറങ്ങി. ഗേറ്റ് കടന്നാലും കുറച്ചങ്ങ് ഉള്ളിലേക്ക് പോകണം കെട്ടിടത്തിലേക്ക് എത്താൻ. നോക്കാൻ പുറത്തുനിന്ന ആൾ കാറിന്റെ ശബ്ദം കേട്ടു. അയാൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഓടിക്കയറി. പിന്നെ ജനാലയുടെ പിന്നിലായി നിന്നു. ഗോപന്റെ കാർ അങ്ങോട്ടെത്തി. അയാളത് വീക്ഷിച്ചു. വിനോദാണോ കാറിൽ എന്നറിയാനായിരുന്നു ആകാംക്ഷ. ഗോപൻ പുറത്തേക്ക് ഇറങ്ങി. അവനെ കണ്ടതും അയാൾ അവിടെ നിന്നും മറ്റുള്ളവരുടെ അടുത്തേക്ക് ഓടി. ഗോപൻ ചുറ്റുമൊന്ന് നോക്കി. കുറേ ആയി ഇവിടെ വന്നിട്ട്. കാറിന്റെ ശബ്ദം അവരും കേട്ടിരുന്നു. ആരാടാ വന്നത്? വിനോദാണോ? അല്ല ചേട്ടാ. പിന്നെ? എല്ലാവരും ജാഗ്രതയിലായി. ഗോപൻ, ആ ശശി സാറിന്റെ മകൻ. അവനോ? അതെ. ഇവൻ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തതാവോ? ചിലപ്പോൾ വിനോദ് സാർ അയച്ചതാവും. ഏതായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. നിങ്ങളെല്ലാവരും എവിടേക്കെങ്കിലും പോയി മറഞ്ഞു നിന്നോ. കൂട്ടാളികളൊക്കെ പറഞ്ഞയച്ച ശേഷം അയാൾ ഫോൺ എടുത്തു വേഗം തന്നെ വിനോദിനെ വിളിച്ചു. ഗോപൻ അകത്ത് കയറി. ആദ്യം തന്നെ വലിയൊരു ഹാളാണ്. അഭിയുടെ രക്തം മുഴുവൻ ആ നിലത്തുണ്ടായിരുന്നു. അതാരും കാണാതിരിക്കാൻ വലിയൊരു പടുത തറയിൽ വിരിച്ചിരുന്നു. എന്താടാ ഈ സമയത്ത്? നിന്നോട് ഇങ്ങോട്ട് വിളിക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അതല്ല സാറേ, ഒരത്യാവശ്യം. പൈസ എല്ലാം തന്നതല്ലേ? ഓ അതല്ല, ഗോപൻ സാർ ഇവിടെ വന്നിട്ടുണ്ട്. ഗോപനോ? അവനെന്താ അവിടെ? അപ്പൊ സാർ അയച്ചതല്ലേ? അല്ല. അവനിനി കാര്യമറിഞ്ഞോ? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? വിനോദിന്റെ ഉള്ളിൽ അങ്ങനെയൊരു ചിന്ത ഉടലെടുത്തു തുടങ്ങിയിരുന്നു. ഗോപൻ ഒരു രീതിയിൽ പറഞ്ഞാൽ അയാൾക്കൊരു തടസ്സം തന്നെയാണ്. അവൻ മരിച്ചാൽ സ്വത്തുക്കൾ മുഴുവൻ മഹിക്ക് കിട്ടും. അത് പിന്നെ എളുപ്പത്തിൽ നിധിയിലേക്ക് വരും. പക്ഷേ അവൻ ജീവിച്ചിരുന്നാൽ നിധിക്കൊരിക്കലും സ്വത്തുക്കൾ മുഴുവൻ കിട്ടില്ല. എന്താ സാർ? ഗോപൻ ആ പെണ്ണിന്റെ കൂടെ ജീവിക്കുന്നത് തുടർന്നാൽ നിധിക്ക് ഒരിക്കലും സന്തോഷം കിട്ടില്ല. സാർ ഇതെന്താ പറയുന്നത്? അയാൾ കാര്യമായി ആലോചിച്ചു. ഇങ്ങനെ ഒരവസരം ഇനി കിട്ടിയെന്ന് വരില്ല. മോനെ ഗോപ, നീ സ്വയം ഇങ്ങ് വന്നത് നന്നായി. അങ്ങനെ ഒരു ചിന്ത മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നീ തന്നെ അതിന് വഴിയും തെളിയിച്ചു ഗോപ. ഹലോ സാർ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവനെ അങ്ങ് കൊന്നേക്ക്. സാർ, ഇരട്ടി തരാം ഇത്തവണ. ഗോപൻ സാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ശശി സാറ് വെറുതെ ഇരിക്കുവോ? അയാൾ ഒന്നും ചെയ്യില്ല. അതോർത്ത് പേടിക്കണ്ട. ജോലി വേഗം തീർക്കണം. എന്നിട്ട് അഭിയെ കൊണ്ടിട്ടതുപോലെ ഏതെങ്കിലും വഴിയിൽ. ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. വേണ്ട സാർ, ചെയ്തോളാം. ആകെ ഒരു പന്തികേടുണ്ടായിരുന്നു അവിടെ. രക്തത്തിന്റെ ഗന്ധം, അഭിയുടെ ചോരയുടെ നനവ് അപ്പോഴും ആ തറയിലുണ്ടായിരുന്നു. എല്ലാവരുടെയും ഫോണിലേക്ക് സന്ദേശം വന്നു. അതിന്റെ ശബ്ദങ്ങൾ പലയിടത്തു നിന്നുമായി വന്നു. ഗോപൻ ചുറ്റും നോക്കി. ആരൊക്കെയോ ഉണ്ട് അവിടെ എന്നവന് മനസ്സിലായി. കത്തിയും വടുവാളുമൊക്കെ പലയിടങ്ങളിൽ നിന്നായി എടുക്കുന്ന ശബ്ദമായിരുന്നു. പിന്നെ അമ്മ ഇവിടെ തന്നെയുണ്ടെന്ന് അവൻ ഉറപ്പിച്ചു. വളരെ സൂക്ഷ്മതയോടെ അവൻ മുന്നോട്ട് നടന്നു. അവനെ അപായപ്പെടുത്താനായി കഴുകൻ കണ്ണുകളുമായി അവർ മറഞ്ഞിരുന്നു. മനസ്സാകെ അസ്വസ്ഥമായിരുന്നു അവളുടെ. അഭിയുടെ കാര്യവും ഗോമതിയുടെ കാര്യവും അങ്ങനെ ചിന്തിക്കാൻ ഒരുപാട്. ഓരോന്നാലോചിച്ചുകൊണ്ട് അവൾ തിണ്ണയിലിരുന്നു. ചുറ്റും ഇരുട്ട് നിറഞ്ഞിരുന്നെങ്കിലും ഗേറ്റിന് പുറത്തായി അനങ്ങാതെ നിൽക്കുന്ന ഒരു രൂപം അവളുടെ കണ്ണിൽ പെട്ടു. വെറുതെ തോന്നിയതായിരിക്കുമെന്ന് കരുതി ആദ്യം. പക്ഷെ അവിടെ നിന്നും നേരിയ ചലനമുണ്ടായപ്പോൾ, അമ്മേ! ശാരിക വേഗം വീട്ടിന്റെ അകത്തേക്ക് കയറി.